ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേരക്ക മരത്തിനെ കുറിച്ചാണ്. പേരക്കയിലെ കുറിച്ചുമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പേരക്കയ്ക്ക് ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ട്. അതിൽ വിറ്റാമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഹൃദയരോഗത്തിന് പേരക്ക ഉത്തമമാണ്. പേരക്കയുടെ ഇലകൾക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട്. പേരക്കകത്ത് ധാരാളം നാരുകൾ ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നിയാസിൻ, തയമിൻ, റൈബോഫ്ലവിൻ, ഡി ഓക്സിഡൻസിൽപ്പെട്ട കരോട്ടിൻ, ലൈക്കോപ്പിൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് ഇങ്ങനെ പല മിനറൽസും നമ്മുടെ ഈ കൊച്ചു പേരക്കയിലുണ്ട്. സാധാരണയായി പേരക്കയില തിളപ്പിച്ച് ചായയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ദഹനം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, രോഗപ്രതിരോധ ശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും പറയപ്പെടുന്നു. കൂടാതെ ഇത് പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കി മുടിക്കും ചർമ്മത്തിനും ഉപയോഗിക്കാം. ചില പരമ്പരാഗത വിഭവങ്ങളിൽ ഇത് സ്വാദിനായി ചേർക്കാറുണ്ട്. രോഗങ്ങൾ തടയാനായി വളരെ അനുയോജ്യമാണ് ദിവസവും ഒരു പേരക്ക കഴിക്കുന്നത്. ഇത് വയറിളക്കം, വായ്പുണ്ണ്, പല്ലുവേദന, മോണവീക്കം ആശ്വാസം നൽകാൻ ഇത് നേരിട്ട് ചവയ്ക്കാവുന്നതാണ്. സാധാരണ വലിപ്പമുള്ള ഒരു പേരക്ക എടുക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ചിൽ ഉള്ളതിലും 4 ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പേരക്കയിൽ. ഒരു പേരക്ക കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. സ്കിൻ ഗ്ലോ ചെയ്യാനായി സ്ഥിരമായി കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഹൈ ഫൈബർ അടങ്ങിയിട്ടുണ്ട് പേരക്കയിൽ. 10 മുതൽ 15% വരെ ഫൈബർ ഒരു പേരക്കയിൽ ഉണ്ട്. മലബന്ധം ഉള്ളവർക്ക് സ്ഥിരമായി പേരക്ക കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ എ അടങ്ങിയതുകൊണ്ട് കണ്ണിനും നല്ലതാണ്. അധികം പഴുക്കാത്ത തരത്തിലുള്ള പേരക്ക ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. സ്ഥിരമായി കഴിച്ചാൽ ഹാർട്ടിനു വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും കാണാവുന്നതാണ്. 2 പേരക്കയില ദിവസവും തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അധികമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞതുപോലെ ദിവസവും 2 പേരക്ക അല്ലെങ്കിൽ 4 പേരക്കയില, അതിലും കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. കൂടുതൽ ഉപയോഗിച്ചാൽ ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ അസ്സലാമു അലൈക്കും ഓൾ.